നളൻ വഴിയമ്പലത്തിൽ വാളെടുത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞത് ദമയന്തിയുടെ ഒരു പ്രസ്താവമാണ്. കുടുംബബന്ധത്തിൻ്റെ ദാർഢ്യത്തെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന, കുടുംബബന്ധത്തിൻ്റെ ദാർഢ്യത്തിന് ചോദ്യം ചെയ്യപ്പെടാത്ത കാരണമായി ഭാരതത്തിലെ കുടുംബബന്ധങ്ങളുടെ മുഴുവനും അസ്ഥിവാരമായിട്ട് വർത്തിക്കുന്ന ഒരു ലോകതത്വം ആ സ്ത്രീയുടെ നാവിൽ നിന്നാണ് വന്നത്. ഭർത്താവിൻ്റെ ദുഃഖങ്ങൾക്ക് ഭേഷജമാണ് ഭാര്യ എന്നുള്ളത് അല്ലേ? ദിവ്യ ഔഷധമാണ് ഭാര്യ എന്ന് പറഞ്ഞു. ആ കുടുംബബന്ധങ്ങൾ മഹാഭാരതത്തിൽ അങ്ങനെ ദമയന്തി പറഞ്ഞപ്പോൾ മഹാഭാഗവതത്തിൽ ശ്രീശുകൻ ഇങ്ങനെയും പറഞ്ഞു. അങ്ങനെ ഈ കലികാലത്ത് ഇതൊന്നും നടപ്പിലാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മായൈവ, അതിൽ നിന്നാണ് നാം ഇതിലേക്കൊക്കെ പോയത്. മായൈവ വ്യാവഹാരികേ സ്ത്രീത്വേ പുംസ്തേ ചഹി രതിർ. രതിക്ക് വേണ്ടി മാത്രമായിരിക്കും സ്ത്രീപുരുഷന്മാർ കുടുംബബന്ധം സ്ഥാപിക്കുന്നത്. ആലോചിച്ച് നോക്കിയാൽ ഒട്ടൊക്കെ ശരിയാണെന്ന് കാണാം, ഒട്ടൊക്കെയെങ്കിലും ശരിയാണെന്ന് കാണാം. വിപ്രത്വം സൂത്രമേവ ഹി. വിപ്രന്മാർ, ബ്രാഹ്മണർ വെറുതെ പൂണൂല് ധരിച്ചുകൊണ്ട് നടന്ന് ബ്രാഹ്മണരാണെന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കും. ഒരു ബ്രഹ്മജ്ഞാനവും ഉണ്ടാകില്ല, ഒരു ത്യാഗബുദ്ധിയും ഉണ്ടാകില്ല. ഈ ബ്രാഹ്മണനാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് വിപ്രൻ. അതുകൊണ്ട് ആ വാക്കുപോലും ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. ഉപനയനം കഴിഞ്ഞിട്ടേ ബ്രാഹ്മണനാകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ മൂലമന്ത്രം ആണ് ദമയന്തി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൃഢീഭൂതമായി നിന്ന ഒരു സാമൂഹിക ബന്ധത്തെ ഉലയ്ക്കുന്നതിനാണ് ഇന്ന് എല്ലാവരും കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. എങ്കിലും ദമയന്തിയുടെ കാഴ്ചപ്പാട് കുടുംബബന്ധത്തെ സംബന്ധിച്ച് ഇതായിരുന്നു എന്നത് ദമയന്തിയെ അസാധാരണത്വമുള്ള ഒരു സ്ത്രീ രത്നമായി ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ അതിന് മറുപടിയായി ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കാലത്തും നിന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല എന്ന് മാത്രമല്ല, ഇന്ന് പിൽക്കാലത്ത് സാഹിത്യം പുരോഗമിച്ചപ്പോൾ ഈ ഉണ്ടായ പ്രേമകഥകളിൽ പ്രയോഗിക്കപ്പെടാൻ തക്ക തരത്തിലുള്ള ഒരു വാക്യം നളൻ തിരിച്ചു പറയുകയും ചെയ്തു. എനിക്ക് നിന്നെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ എളുപ്പം എന്നെ ഉപേക്ഷിക്കാനാണ് എന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് ഏറ്റവും ദൃഢമായ ആർദ്രീഭൂതമായ പ്രണയത്തിൻ്റെ ആവിഷ്കാരമാണ് നളകഥ, നളചരിതം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ രണ്ടുപേര് മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് വ്യക്തികളുടെ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മൗലികമായ ദാർഢ്യത്തിന് കാരണമായ സിദ്ധാന്തങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച് അന്യോന്യം വിനിമയം ചെയ്തു. അത് ഭാരതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാവുകയും ചെയ്തു. നിസ്സാര സംഗതിയല്ല അത്. പക്ഷെ നളൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ കലിയുടെ പ്രേരണ കൊണ്ട് അദ്ദേഹം ദമയന്തിയെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. ആ വഴിക്ക് പോയാണ് അദ്ദേഹം പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അയോധ്യയിലാടുന്ന പോലെ അയോധ്യയിൽ അങ്ങോടൻ പുനരിങ്ങോടൻ എന്നുള്ള വളരെ പ്രസിദ്ധമായ കഥകളി പദം വരുന്നത് അവിടെയാണ്. അത് മഹാഭാരതത്തിലും പ്രസ്താവിക്കുന്നത് നല്ലതുപോലെ വർണ്ണിക്കുന്നുണ്ട്. ദമയന്തിയോടുള്ള സ്നേഹം കൊണ്ട് ഉപേക്ഷിച്ച് വാള് ദൂരെ അറിഞ്ഞ് ഉപേക്ഷിച്ച് അദ്ദേഹം പോയിട്ട് പിന്നെയും വന്ന് ദമയന്തിയെ വീണ്ടും നോക്കും, വീണ്ടും കാണും. അദ്ദേഹത്തിന് ദമയന്തിയെ വിട്ടുപോകാനുള്ള മാനസികമായ വൈഷമ്യം കൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നിൽക്കും. പിന്നെയും പോകും, പിന്നെയും വരും, പിന്നെയും പോകും, പിന്നെയും വരും. ഇങ്ങനെ കുറേ നേരം ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ബുദ്ധൻ അങ്ങനെ ചെയ്തതായി പ്രസ്താവമുണ്ട്. യശോധരയെയും രാഹുൽ ഗാന്ധിയെയും ഉപേക്ഷിച്ച് പോവുകയാണ് അദ്ദേഹം. ബുദ്ധൻ്റെ പുത്രനായിരുന്നല്ലോ ആ കാലത്തെ രാഹുൽ ഗാന്ധി. അപ്പോൾ വന്ന് രാഹുൽ ഗാന്ധിയെ നോക്കും, പിന്നെ വന്ന് യശോധരയെ നോക്കും, പിന്നെയും പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരും, വീണ്ടും വന്ന് നോക്കും. അതായത് കുടുംബത്തെ ഉപേക്ഷിച്ച് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഷമ്യമാണ്. പക്ഷേ കുടുംബത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നീട് പോവുക തന്നെ ചെയ്യും. ഇത് ബുദ്ധൻ്റെ കഥയാണോ പ്രാചീനം, അതോ മഹാഭാരതത്തിലെ നളൻ്റെ കഥയാണോ പ്രാചീനം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കമുണ്ട്. ഇതിലെ ആരെങ്കിലും ഏതെങ്കിലും ഒന്നിനെ അനുകരിച്ചിട്ടുണ്ടോ എന്നതിൽ തർക്കമുണ്ട്. അല്ല, ഈ ബുദ്ധൻ്റെ പോക്കിന് വൈരാഗ്യവും
ഈ നളൻ്റെ പോക്കിന് നൈരാശ്യവും അല്ലേ കാരണം? അതെ, അത് തമ്മിൽ സാമ്യമില്ല. ആ ഉദ്ദേശത്തിൽ, അതിൻ്റെ ലക്ഷ്യത്തിൽ സാമ്യമൊന്നുമില്ല. ബുദ്ധൻ്റെ പോക്ക് വളരെ മഹത്തായ ഒരു പോക്കാണ്. ഇതുപോലെയല്ല. ഇത് കല്യാവേശം കൊണ്ട് വേറൊരു ശക്തിയാൽ ആവിഷ്ടനായി, അധാർമിക ശക്തിയാൽ ആവിഷ്ടനായിട്ടാണ് പോകുന്നത്. മറ്റത് ധാർമ്മിക ശക്തിയാൽ ആവിഷ്ടനായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഒരുപാട് അപകടങ്ങൾ ചെയ്തു വെച്ചു എന്ന് നമുക്ക് ചരിത്രമായി പറയാം. ഈ മതപ്രചരണം തുടങ്ങി വെച്ചത് ബുദ്ധനാണ്. മതം പ്രചരിപ്പിക്കാൻ പാടില്ല, നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അത് വേറൊത്തിൻ്റെ തലയെ കൊണ്ടിന്ന് കെട്ടിവെക്കുന്നതിന്. അവർ രാഷ്ട്രത്തിന് മതം ഉണ്ടാക്കി വെച്ച അശോകനാണ്. അശോകൻ്റെ കാലത്താണ് എല്ലാവരും ബുദ്ധമതം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അങ്ങനെ മഹാന്മാരുടെ പേരിൽ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോറടിക്കാവുന്നതാണ്. ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ മേലെ ആരോപിക്കാം. അദ്ദേഹം അത് ശുദ്ധഗതി വിചാരിച്ച് ചെയ്തതാണ്. അതെ അതെ. പക്ഷെ അത് പിന്നീട് വലിയ വിനയായിട്ട് അദ്ദേഹം ജനിച്ച രാഷ്ട്രത്തിന് തന്നെ അത് വിനയായി തീർന്നു. അത് മറ്റൊരു കാര്യം. അത് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ വിധിയെ കൂട്ടുപിടിക്കാൻ അവിടെ. അത് വിധിയുടെ ഒരു പകപോക്കൽ, വിധിയുടെ ഒരു പ്രതികാരം, ഫേറ്റിൻ്റെ ഒരു പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് അലങ്കാരങ്ങൾ പ്രയോഗിച്ച് നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാം. അതിനുള്ള വഴികളുണ്ട്. ഇതൊക്കെയാണ് അലങ്കാര പ്രയോഗത്തിൻ്റെ ഒരു മേന്മ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തൻ്റെ പ്രണയത്തിൻ്റെ ആധിക്യം, പ്രണയാതിരേകം, സ്നേഹാതിരേകം അദ്ദേഹം വെളിപ്പെടുത്തി. അവസാനം കലി തന്നെ ജയിച്ചു. അയോധ്യയിലേക്കുള്ള വഴിയിലേക്ക് അദ്ദേഹം വഴിപിരിഞ്ഞ് പോവുകയും ചെയ്തു. ദമയന്തി ഉണർന്ന് നോക്കുമ്പോൾ നളനെ കാണുന്നില്ല. അപ്പോൾ ആദ്യം വിചാരിച്ചത് പറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുകയായിരിക്കും. അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നേരത്തെ തന്നെ. കൊട്ടാരത്തിൽ വെച്ച് പല കാര്യങ്ങളിലും കളിപ്പിക്കുക. ദമയന്തിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കും രസത്തിന് വേണ്ടി. അപ്പം അതുമൊക്കെ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ, ഇതൊക്കെ ബന്ധം നല്ലതാണെങ്കിൽ ഈ കളിപ്പിക്കലൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ വളരെ ഗൗരവത്തോടുകൂടി ഇരിക്കും. അപ്പോൾ ബന്ധത്തിൻ്റെ ദാർഢ്യം കൊണ്ടും ബന്ധത്തിൻ്റെ അതിനെന്താ പറയുക, ബന്ധത്തിൻ്റെ മസൃണത്വം, അതാണ് ഈ ബന്ധമസൃണത്വം പോയിട്ട് ഈ ബന്ധത്തിന് ആ മസൃണം എന്ന് പറയുന്ന ആ മിനിമിനിപ്പ്, ബന്ധത്തിൻ്റെ ഒരു ലാവണ്യമുണ്ട്. അതാണ് നല്ല വാക്ക്. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു ലാവണ്യമുണ്ട്. അത് വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു നിന്നൊന്ന് വരും. അതിൽ കൂടുതൽ കഷ്ടിയാണ്. അപ്പോൾ ബാക്കി കളിചിരികളൊക്കെ പോകും. ഒരാഴ്ച വരെ എന്തായാലും ഉറപ്പായ സംഗതിയാണ്. ഈ ബന്ധലാവണ്യം നിലനിൽക്കും ഒരാഴ്ച വരെ. രണ്ടാമത്തെ ആഴ്ചയിൽ ഉറപ്പ് പറയാനൊക്കില്ല. ചിലർക്ക് രണ്ടാമത്തെ ആഴ്ചയിൽ നിന്നിരിക്കും, ചിലർക്ക് മൂന്നാമത്തെ ആഴ്ചയിൽ ഒരു മാസമൊക്കെ നീണ്ടു നിന്ന അത്ഭുതങ്ങളും ഉണ്ടാകാം. ഒരു മാസത്തിന് മേൽ കഷ്ടിയാണ്. അപ്പോൾ ഈ ബന്ധലാവണ്യം, ഈ ബന്ധലാവണ്യത്തിൻ്റെ, ലാവണ്യം എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉപ്പേ, ലവണം. ഉപ്പ് തന്നെ ലവണം. ലവണത്തിൻ്റെ അവസ്ഥയാണ്. ഇതാ പിടിച്ചാൽ ഇങ്ങനെ മൃദുവായിരിക്കും, കൈ തെന്നിക്കൊണ്ടിരിക്കും. അതാണ് ലവണത്വം. അത് അങ്ങനെയാണ് അതിന് സൗന്ദര്യം എന്ന് പേര് വന്നത്. ഈ ബന്ധലാവണ്യം കൊണ്ട് അന്യോന്യം കബളിപ്പിക്കുക അവർക്കൊരു ശീലമായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും വള്ളിക്കുടലിൻ്റെ മറയിലോ മരത്തിൻ്റെ മറയിലോ ഒളിച്ചു നിൽക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് ദമയന്തി വിളിച്ച് അത് ആ വിളി എന്നത് വലിയ വിലാപമായിട്ട് മാറി. അന്വേഷിച്ച് നടന്നു. ഈ അന്വേഷിച്ച് നടന്ന കൂട്ടത്തിൽ മലകളോടൊക്കെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എൻ്റെ നളനെ ഇവിടെ എങ്ങാനും ഉണ്ടോ, കണ്ടു എന്ന് ചോദിച്ചു. ഒരു പുരുഷൻ്റെ അഭാവമല്ല എനിക്കുള്ളത്, എൻ്റെ ജീവൻ പോയതുപോലെയാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവനെ തിരിച്ചു കിട്ടണം. നദികളെ, നിങ്ങൾ എൻ്റെ ജീവനായ നളനെ ഇവിടെ എങ്ങാനും ഉണ്ടോ, കണ്ടു എന്ന് ചോദിച്ചു. മയിലുകളോട് ചോദിച്ചു, സിംഹത്തിനോട് ചോദിച്ചു, കാട്ടിലെ വിഹംസന മൃഗങ്ങളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ നളനെ കണ്ടോ, നളനെ കണ്ടോ, നളനെ കണ്ടോ എന്ന് പറഞ്ഞ് ഒരു മഹാവിലാപമായിട്ട്, ഒരു സ്ത്രീയുടെ ആത്മാവിൻ്റെ സ്വയം വിജൃംഭണമായിട്ട് ആ വിലാപമങ്ങ് മാറി. ആ വിലാപത്തെ പർവ്വത ഗുഹകൾ ആവർത്തിച്ചുച്ചരിച്ചു. എല്ലാ പർവ്വതങ്ങളുടെയും ഗുഹകളിൽ നിന്ന്, മലകളുടെ ഗുഹകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, നളനെ കണ്ടോ, നളനെ കണ്ടോ, നളനെ കണ്ടോ, നളനെ കണ്ടോ. പ്രതിധ്വനി, മാറ്റലുകൾ എന്നും. പിന്നെ കാടിൻ്റെ വർണ്ണനയാണ് അവിടെ. ഈ കഥ കൊണ്ടുപോയി കാട്ടിലെത്തിച്ചാൽ പിന്നെ വ്യാസൻ്റെ പ്രധാനമായ ഇത്ര മരങ്ങളാണ്, പച്ചുറ്റി എല്ലാ മരങ്ങളും, ഓരോ മരങ്ങളും ഇങ്ങനെ എണ്ണി വർണ്ണിക്കും. അതിൻ്റെ പൂക്കളുടെ ഭംഗിയും അവിടെ വസന്തമുണ്ടായാലുള്ള
വർണ്ണങ്ങളുടെ ലയവും. അതിൻ്റെ ആവശ്യം എന്താ ഈ സന്ദർഭത്തിൽ അത് ചേരുമോ? ഈ വിലാപത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലെ ഈ ഇത്രയും മരങ്ങളൊക്കെ വർണ്ണിക്കേണ്ട കാര്യം അത് ഒരു ജീനിയസിൻ്റെ സവിശേഷതയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമാണ്. അത്ഭുതം തോന്നിക്കും ഈ മരങ്ങളുടെ എല്ലാം വർണ്ണന വായിക്കുമ്പോൾ. എല്ലാ മരങ്ങളുടെയും പേര് പറയും. പാച്ചോറ്റി, കരിങ്ങാലി, ഇരിപ്പ, എലിപ്പ, എലിപ്പത്തായല്ല, എലിപ്പ തുടങ്ങിയിട്ടുള്ള എല്ലാ മരങ്ങളും, പ്ലാവ്, പ്ലാശ്, എലഞ്ഞി മുഴുവൻ, പിന്നെ ഈ കടുക്ക ഉണ്ടാകുന്ന മരം, താന്നി മുഴുവൻ സാധനങ്ങളെയും എണ്ണിപ്പുരക്കി അങ്ങ് വർണ്ണിക്കും. ഉണ്ട് 10-60 മരങ്ങളുടെയൊക്കെ പേരുകൾ നമുക്കവിടെ വരച്ച് വയ്ക്കാം. മൃഗങ്ങളുടെ പേരുകൾ, എല്ലാ മൃഗങ്ങളുടെയും പേരുകൾ. ഇത് ആ സന്ദർഭത്തിന് യോജിക്കാത്തതാണെന്ന് നമുക്ക് തോന്നും. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതെ, സന്ദർഭത്തിന് യോജിക്കാത്തതാണെന്ന് നമുക്ക് തോന്നും. സന്ദർഭത്തിന് യോജിക്കാത്തതാണെന്ന് എല്ലാവർക്കും തോന്നി. മഹാഭാരതം എന്തിൻ്റെ ആഖ്യാനമാണ്? പ്രപഞ്ച ജീവിതത്തിൻ്റെ ആഖ്യാനമാണ്. മരങ്ങളുടെ ജീവിതമാണ് വർണ്ണിക്കുന്നത്. അതിലിരിക്കുന്ന കിളികളുടെ ജീവിതവും അവിടെയുള്ള മൃഗങ്ങളുടെ ജീവിതവും പ്രപഞ്ചം അങ്ങനെ തന്നെ എടുത്ത് കലാപരമായി, പ്രത്യേകിച്ചും വനപർവ്വം കലാപരമായി പരിവർത്തനം ചെയ്ത് പ്രപഞ്ചത്തെ എടുത്ത് മഹാഭാരതത്തിലേക്ക് വച്ചിരിക്കുകയാണ്. അപ്പോൾ ആകാശത്തെ വർണ്ണിക്കും, ഗാലക്സിയെ വർണ്ണിക്കും. നമ്മുടെ ഗാലക്സിയിൽ തന്നെ എത്രയാണ് നക്ഷത്രങ്ങളെ വർണ്ണിക്കും, താരങ്ങളെ വർണ്ണിക്കും, താരവ്യൂഹങ്ങളെ വർണ്ണിക്കും. എത്ര നക്ഷത്രങ്ങളുണ്ട്? നമ്മുടെ 15,000 കോടി നക്ഷത്രങ്ങളാണ് നമ്മുടെ ഗാലക്സിയിൽ. അനേകം സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഗാലക്സിയിൽ, നമ്മുടെ ഭൂമിയെ ഉൾക്കൊള്ളുന്ന സൗരയൂഥം ഉൾക്കൊള്ളുന്ന അത്തരം അനേകം സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സിയിൽ 15,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് കണക്ക്. 15,000 + 1 ഇല്ല. എന്തൊരു കൃത്യമായ കണക്കാണ് ശാസ്ത്രജ്ഞന്മാരുടെ. ഓരോ നക്ഷത്രവും ഓരോ സൂര്യനുമാണ്, അല്ലേ? ആണ്. ഓരോ സൂര്യനല്ല, സൂര്യനേക്കാളൊക്കെ എത്രയോ വലിയതാണ്. 100 മടങ്ങും 200 മടങ്ങുമൊക്കെ വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ്. അത്തരം 15,000 കോടി നക്ഷത്രങ്ങളും എങ്കിലും ഏകദേശം ഒരു ഗാലക്സിയിൽ ഉണ്ടാകുമെന്നാണ്. ഈ ഗാലക്സികളെ ഇവിടെ ശോഭാതിശയത്തെ വർണ്ണിക്കും. കാട്ടിൽ നിന്നുകൊണ്ട് രാത്രി വർണ്ണിക്കുമ്പോൾ അന്ധകാരത്തെ വർണ്ണിക്കും. ഇപ്പോൾ പ്രപഞ്ച ജീവിതത്തെ മുഴുവൻ വർണ്ണിക്കുകയാണ്. പ്രപഞ്ച ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ്. എന്തിനാണിത് വർണ്ണിക്കുന്നത്? ഇതിനെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരാളുടെ വിശ്വരൂപ ദർശനം പിന്നീട് വർണ്ണിക്കും. അതാണ് കാരണം. അല്ല, വെറുതെ സാമാന്യമായിട്ട് വിചാരിക്കുന്ന പോലെയല്ല. വിശ്വരൂപം കാണിക്കുകയാണെങ്കിൽ വിശ്വം എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് വർണ്ണിക്കണ്ടേ? ആളുകൾ സാധാരണഗതിയിൽ വായിക്കുമ്പോൾ തോന്നും, ഇതൊക്കെ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ വർണ്ണിച്ചു പോകുന്നത്? അന്നത്തെ വർണ്ണനായ രീതി ഇങ്ങനെയായിരിക്കും. യുവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. മഹർഷിമാർക്ക് കണ്ടവൻ്റെ ശാപ്പാട് അടിച്ചേച്ച് ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തപസ്സും ചെയ്ത് കഞ്ചാവും വലിച്ച് ഇരുന്നുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം ഇങ്ങനെ വർണ്ണിച്ച് കൂട്ടുന്നു. ഒരാവശ്യമില്ല. ഇതെല്ലാം കൂടി ചുരുക്കി ഒറ്റ വാക്കത്തിൽ പറയാവുന്ന കഥയേ ഉള്ളൂ എന്നും പറയാം. ചേട്ടാനിയന്മാരുടെ മക്കൾ തമ്മിൽ അടിച്ച് മരിച്ചു കഥ തീർന്നു. രാജ്യത്തിന് വേണ്ടി ചേട്ടാനിയന്മാരുടെ മക്കൾ തമ്മിൽ അവകാശ തർക്കമുണ്ടാക്കി യുദ്ധം ചെയ്ത് മരിച്ചുപോയി. കഥ തീർന്നില്ലേ? എന്താ പറയുന്നത് കഥയുള്ളതിനകത്ത്? അത്രയേ ഉള്ളൂ കഥ. പക്ഷെ പ്രപഞ്ചത്തിൻ്റെ ജീവിതമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ജീവിതത്തെ മുഴുവനും സ്വന്തം ശരീരത്തിൽ ധരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡ വ്യാപകമായ ഒരു വ്യക്തിയെ അവതരിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിഭൂതികൾ വർണ്ണിക്കുകയാണ്. എവിടെയെല്ലാം പ്രപഞ്ചത്തിൻ്റെ വിഭൂതികൾ മനുഷ്യൻ്റെ ഹൃദയത്തെയും കണ്ണുകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ആകർഷിച്ചുകൊണ്ട് വശീകരിച്ചുകൊണ്ട് നിൽക്കുന്നുവോ, ആ ആകർഷകത്വങ്ങളെയും വശീകരണത്വങ്ങളെയും വർണ്ണിച്ചങ്ങ് വിടും. കാരണം പിന്നീട് ഇതെല്ലാം ഒരാൾ ഈ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ ഇതെല്ലാം ഒരാൾ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ധരിക്കും. അത് വർണ്ണിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത് മുഴുവനും. അപ്പോൾ എത്ര യുക്തിപൂർവ്വമാണ് വർണ്ണിച്ചു കൊണ്ടുപോകുന്നത്? ഈ വർണ്ണനകളെല്ലാം കലാപരമായിട്ട് യുക്തിരഹിതമാണ് എന്നാണ് എല്ലാവരും എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെ വൃഥാസ്ഥൂലമായ വർണ്ണനകളാണ്. എന്തു ചെയ്യും അങ്ങനെ ആളുകൾ ധരിക്കാൻ തുടങ്ങിയാൽ? പ്രപഞ്ചത്തിൻ്റെ വിഭൂതികളെ മുഴുവൻ വർണ്ണിക്കുകയാണ്. പ്രപഞ്ച വിഭൂതികളെ വർണ്ണിച്ചിട്ട് ഈ പ്രപഞ്ച വിഭൂതികളെ മുഴുവൻ ആരിലേക്ക് ആരോപിക്കും? കൃഷ്ണനിലേക്ക് ആരോപിക്കും. ഇങ്ങനെ പ്രപഞ്ച വിഭൂതികളുടെ ധാരകനായിട്ട് വാഹകനായിട്ട് കൃഷ്ണൻ വിശ്വരൂപം ദർശിച്ചുകൊണ്ട് അർജുനൻ്റെ മുമ്പിൽ നിൽക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളാണിതെല്ലാം. അതിനാണത് വർണ്ണിക്കുന്നത്. അതുകൊണ്ടത് വർണ്ണിച്ചേ മതിയാവൂ. അത് കാവ്യശാസ്ത്രപരമായി സാധുവാണ്. കാവ്യശാസ്ത്രപരമായി അതിന് യുക്തിയുണ്ട്.
അതിൽ ഔചിത്യത്തെ ലംഘിക്കുന്നതേയില്ല. അതുകൊണ്ട് അതിൽ അനൗചിത്യമില്ല. അനൗചിത്യം വന്നാൽ മാത്രമേ കാവ്യരസത്തിന് ഭംഗമുണ്ടാകൂ. മഹാഭാരതത്തിൻ്റെ കാവ്യ നിയമങ്ങൾ എവിടെ നിന്ന് പഠിക്കണം നാം? അത് മഹാഭാരതത്തിൻ്റെ രചനയിൽ നിന്ന് തന്നെ പഠിക്കണം. അതിന് വേറെ കാവ്യ നിയമങ്ങളൊന്നുമില്ല. എന്താണ് മഹാഭാരതം പോലെ വേറെ ഒറ്റ കാവ്യവും ലോകത്തില്ല, ഒറ്റ കൃതിയും ലോകത്തില്ല, ഒറ്റ ഇതിഹാസവും ലോകത്തില്ല. അപ്പോൾ അതിൻ്റെ കാവ്യ നിയമങ്ങൾ എവിടെ നിന്ന് പഠിക്കണം? അതിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വിഭൂതികൾ, മരം പ്രപഞ്ചത്തിൻ്റെ വിഭൂതിയാണ്, പൂക്കൾ പ്രപഞ്ചത്തിൻ്റെ വിഭൂതിയാണ്, പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമാണ്. ഈ പ്രപഞ്ച സൗന്ദര്യത്തെയും പ്രപഞ്ചത്തിൻ്റെ കരാളതകളെയും പ്രപഞ്ചത്തിൻ്റെ ഭീകരതകളെയും പ്രപഞ്ചത്തിൻ്റെ അനന്തതകളെയും പ്രപഞ്ചത്തിൻ്റെ അപാരതകളെയും സംവഹിച്ചുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹാപുരുഷൻ വിരാട് രൂപം കാണിച്ച് നിൽക്കാൻ പോകുന്നു ഭഗവത്ഗീത ദർശനത്തിൽ. അതിന് വർണ്ണിച്ചു വയ്ക്കുന്നതാണ് ഇതെല്ലാം. അതിൻ്റെ അതിന് മുമ്പുള്ള അധ്യായത്തിൻ്റെ പേര്, 11-ാം അധ്യായത്തിൻ്റെ പേര് വിഭൂതി യോഗം എന്ന് തന്നെയാണ്. ആ വിഭൂതി യോഗത്തിനുള്ള വസ്തുതകളാണ് ഈ വർണ്ണിച്ച് കൂട്ടുന്നത്. അപ്പോൾ വിഭൂതി യോഗവുമായിട്ട് ഈ വർണ്ണനകളെല്ലാം യുക്തിപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ ഇത് അനൗചിത്യമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അനൗചിത്യം ആണെങ്കിൽ പറയുന്നത് ശരിയാണ്, കാവ്യ രസഭംഗം ഉണ്ടാകും. അനൗചിത്യാതൃതേ ന അന്യത് രസഭംഗസ്യ കാരണം. അനൗചിത്യം ഉണ്ടാകുന്നതാണ് രസഭംഗത്തിന്, ആസ്വാദനത്തിന് വിച്ഛിത്തി ഉണ്ടാകാനുള്ള പരമമായ പ്രാഥമികമായ മൗലികമായ കാരണം. അതിവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുന്നു. എന്താണ്? ഭഗവത്ഗീത മഹാഭാരതത്തിലല്ലെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. ഭഗവത്ഗീത പിന്നീട് റോബർട്ട് ക്ലൈവ് കൂട്ടിച്ചേർത്തതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തൻ കൂട്ടിച്ചേർത്തതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. മഹാഭാരതം വെറുതെ ഒരു കഥ മാത്രമായിരുന്നു പറഞ്ഞ് സ്ഥാപിക്കണം. മഹാഭാരതത്തിൽ ശാസ്ത്രമൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. ശാസ്ത്രമായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? മാർക്സിസം മാത്രമേ ശാസ്ത്രമായിട്ടുള്ളൂ. ഊർജ്ജതന്ത്രം പോലും ശാസ്ത്രമല്ല, ഗണിതശാസ്ത്രവും ശാസ്ത്രമല്ല. ലോകത്തിലാകെ ഒരു ശാസ്ത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് മാർക്സിസം മാത്രമാണ്. കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങോട്ട് പ്രയോഗിച്ചിട്ടാലുണ്ടല്ലോ ഒത്തുകിടക്കും. മാർക്സിസം എന്ന് പറയുന്ന ശാസ്ത്രമേ, ഗണിതശാസ്ത്രം അങ്ങനെ ഒക്കുകയില്ല. കണക്കൂട്ടിയാൽ ഒക്കുമോ? കണക്കൂട്ടിയാൽ ചെയ്യും പോവും. മാർക്സിസമാണെങ്കിൽ കൃത്യമായിരിക്കും. സ്റ്റേറ്റ് കൊഴിഞ്ഞും പോവും, സ്ഥിതിസമത്വം വരികയും ചെയ്യും. എന്തൊരു അനുഭവ സിദ്ധമായ ഒരു ശാസ്ത്രം അത് സ്ഥാപിക്കാനാണ്. മറ്റേ പാശ്ചാത്യന്മാർക്ക് കാര്യം മനസ്സിലാകാഞ്ഞതുകൊണ്ട് ഈ ഭഗവത്ഗീത പോലത്തെ ഒരു കഠിനമായ ദാർശനിക രാക്ഷസത്വം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതൊരു ദർശനമല്ല, ഇതൊരു ദാർശനിക രാക്ഷസത്വമാണ്. ഇതൊരു ദാർശനികമായ അസുരത്വമാണ്. ഇതൊരു ഫിലോസോഫിക്കൽ മോൺസ്ട്രോസിറ്റിയാണ് എന്നാണ് ഓൾഡൻബർഗ് പറഞ്ഞത്. വായിച്ചിട്ട് ഇഷ്ടമൊന്നും മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നില്ലെന്ന് മാത്രമാണ്, ഭ്രാന്ത് പിടിക്കില്ലേ വായിച്ചാൽ ഒരു പാശ്ചാത്യനെ സംബന്ധിച്ചിടത്തോളം? പ്രത്യേകിച്ച് ആ വിശ്വരൂപ ദർശനം മോൺസ്റ്റർമാരാണല്ലോ. പക്ഷെ അത് വായിച്ചിട്ട് ഐൻസ്റ്റൈന് ഭ്രാന്ത് പിടിച്ചില്ല. അദ്ദേഹം അത് ആസ്വദിക്കുകയാണ് ചെയ്തത്. അത് വേറെ തരത്തിലുള്ളൊരു ബുദ്ധിയാണ്, അതുകൊണ്ടാണത്. ഷോപ്പൻഹൗർക്ക് ഭ്രാന്ത് പിടിച്ചില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മുഴുവൻ മനസ്സിലായില്ലെന്നേ ഉള്ളൂ. മുഴുവൻ മനസ്സിലാകില്ല. മുഴുവൻ മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയുടെ ആധ്യാത്മികമായ, ഇന്ത്യയുടെ ഭൗതികവും ആധ്യാത്മികവും ലൗകികവുമായ സാഹചര്യത്തിൻ്റെ പാൽ നുകർന്ന് ജീവിക്കണം. ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മുല കുടിക്കണം, എങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അല്ല വെറുതെ ഓടിച്ചെന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതല്ല. പ്ലേറ്റോൻ്റെ ഫിലോസഫി വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ വായിച്ച് മനസ്സിലാക്കാൻ ഒക്കില്ല. കാരണം വലിയ ഒരു പാരമ്പര്യം ഇതിൻ്റെ പിന്നിൽ കിടക്കുകയാണ്, ദാർശനികമായ പാരമ്പര്യം. അതുകൊണ്ട് ആ ദാർശനികമായ പാരമ്പര്യത്തിൻ്റെ മുല കുടിക്കുന്ന ഒരു ശൈശവകാലം ഇതിൻ്റെ ആസ്വാദകൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആസ്വാദനത്തിൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പോലും, ഇന്ത്യക്കാരെ ആളുകൾ പോലും ഇത് വ്യാഖ്യാനിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത്. ആ ശ്രദ്ധിച്ച് പഠിച്ച് നോക്കണം. വലിയ ഒരു ശക്തി അതിനകത്ത് നിന്ന് അത് പഠിക്കുന്ന ആളിന് കിട്ടും. അവന് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സന്ദർഭം വന്നാൽ ഈ ലോകത്തെ മുഴുവനും വെല്ലുവിളിക്കാനുള്ള ശക്തി ഉണ്ടാകും. ഭഗവത്ഗീത ശരിക്കും പഠിക്കുന്നവന് ലോകത്തെ വെല്ലുവിളിക്കും, മുഴുവൻ മാനവരാശിയെയും വെല്ലുവിളിക്കും. ഏത് ജനവർഗത്തിൻ്റെ തലയിലും അവൻ്റെ ദാർശനികമായ ദൃഢനിശ്ചയത്തിൻ്റെ പാദങ്ങൾ പതിച്ച് വാമനൻ നിന്നതുപോലെ നിൽക്കും, 3 ലോകങ്ങളെയും കീഴടക്കിക്കൊണ്ട്. പഠിച്ച് നോക്കണം അതിൻ്റെ വീര്യം അറിയണമെങ്കിൽ, അതിൻ്റെ ശൗര്യം അറിയണമെങ്കിൽ, അതിൽ ലഭിക്കുന്ന ധൈര്യത്തിൻ്റെ ആഴമറിയണമെങ്കിൽ. അങ്ങനെ ഒന്നുണ്ടതിൽ. അത് നാം ഭഗവത്ഗീതയിലേക്ക് വരും, അപ്പോൾ കൂടുതൽ വിശദീകരിക്കാം.
ദമയന്തി ഇങ്ങനെ എല്ലാ പ്രപഞ്ച വസ്തുക്കളോടും വിളിച്ച് ചോദിച്ചു, നളനെ കണ്ടോ നളനെ കണ്ടോ എന്ന്. അങ്ങനെ വിളിച്ച് ചോദിച്ച് കരഞ്ഞ് പോകുമ്പോൾ ഒരു പെരുമ്പാമ്പ് വന്ന് വിഴുങ്ങി. അപ്പോൾ കരച്ചിലിൻ്റെ ശക്തി ഒന്നുകൂടി കൂടി, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒളിയായി. അപ്പോഴേക്കും ഒരു കാട്ടാളൻ വന്ന് കാട്ടാളൻ്റെ അമ്പിൻ്റെ തീക്ഷ്ണമായ ഭാഗം കൊണ്ട് നെടുകെ പിളർന്ന് അതിൽ നിന്ന് ദമയന്തിയെ രക്ഷിച്ചു. വിവരങ്ങൾ ചോദിച്ചു കാട്ടാളൻ. വേടൻ വിവരങ്ങൾ പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു, താൻ ആരാണെന്ന് പറഞ്ഞു, തൻ്റെ ഭർത്താവ് ആരാണെന്ന് പറഞ്ഞു, തൻ്റെ ഭർത്താവിനെ കണ്ടോയെന്ന് ആ കാട്ടാളനോട് ചോദിച്ചു. അങ്ങനെ കാര്യങ്ങൾ ആശയങ്ങൾ വിനിമയം ചെയ്തു, വസ്തുതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ കാട്ടാളൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല, എന്തിനാ ഇപ്പോൾ നാളൻ, ഫോർ വാട്ട് പർപ്പസ്, എന്തിനാ നാളൻ, ഞാനുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ നളനെ അന്വേഷിച്ച് ഇത്രയും ബുദ്ധിമുട്ട് ഈ കാട്ടിൽ കാടും മേടും മലകളും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്നത് എന്തിനാണ്, ഞാനല്ലേ അടിപോലെ നിൽക്കുന്നത്, ചുവരും വെച്ചൊരു വീടും ഒക്കെ ഉണ്ട്. അതില്ലാതെ ഞാൻ അങ്ങനെ നളൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഞാനങ്ങനെ വേറെ അന്യപുരുഷന്മാരെക്കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇനി പുതുതായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ, ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ചിന്തിച്ചാൽ പോലും എന്താ ചിന്തിക്കുന്നതിന് എന്താ വിരോധമുള്ളത്, പുതിയ ചിന്തകളിലേക്ക് ചെല്ലുന്നതാണല്ലോ പുരോഗതികളുടെ ലക്ഷണം എന്നുള്ള ലൈനിൽ ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ കാര്യം സമ്മതിക്കില്ല വന്നപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ പുതിയ കോളേജുകളിലൊക്കെ ഉള്ള എന്താണ് അതിൻ്റെ പേര്, റാഗിങ്, അങ്ങനെ ഒരു ചെറിയൊരു റാഗിങ്ങിന് അദ്ദേഹം തയ്യാറെടുത്തപ്പോഴേക്കും ശപിച്ചു കൊന്നു കളഞ്ഞു, കത്തിപ്പോയി. ഞാൻ നളനെ അല്ലാതെ മറ്റൊരു പുരുഷനെ ഈ സ്മരിച്ചിട്ട് ഓർത്തിട്ടുണ്ടെങ്കിൽ ഇവൻ നിഹനിച്ചു പോട്ടെ എന്ന് ശപിച്ചു. അതോടെ അവൻ ചാരമായിപ്പോയി. അങ്ങനെ കാട്ടാളൻ്റെ ശല്യത്തിൽ നിന്ന് അങ്ങനെ താൻ പതിവ്രതയാണ് എന്നുള്ള വസ്തുത നേരിട്ട് ബോധ്യപ്പെടാൻ ഈ കാട്ടാളൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്തു. അവിടെ നിന്ന് വീണ്ടും ഉള്ള പ്രയാണത്തിൽ ഒരു വലിയ ആശ്രമ സമുച്ചയം കണ്ടു. ഒരു നദീതീരത്ത്, ഏത് നദിയാണെന്ന് വ്യാസൻ പറയുന്നില്ല, നദീതീരത്ത് ഒരു ആശ്രമ സമുച്ചയം കണ്ടു. വലിയ വസിഷ്ഠനെ പോലെയുള്ള, അഗസ്ത്യനെ പോലെയുള്ള മുനിമാർ അവരുടെ ഭാര്യമാരോടുകൂടി ഇരിക്കുന്ന ആശ്രമം കണ്ടു. ആ ആശ്രമത്തിലേക്ക് കയറി ചെന്നിട്ട് നളൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല. നീ ആദ്യം ചോദിച്ചു, നീ അപ്സരവർഗത്തിൽപ്പെട്ടവളാണോ, വനദേവതയാണോ, ജലദേവതയാണോ, നദീദേവതയാണോ, ഒരു മനുഷ്യസ്ത്രീയാണെന്ന് തോന്നുന്നില്ല. പറഞ്ഞു, മനുഷ്യസ്ത്രീയാണ്, ഭീമരാജാവിൻ്റെ മകളാണ്, വിദർഭയാണ് എൻ്റെ രാജ്യം. അതൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ പേര് ഭൈമി എന്നാണ്. നീയാണ് ഭൈമിയില്ലേ, നിൻ്റെ സ്വയംവരത്തെക്കുറിച്ചൊക്കെ കേട്ടിരിക്കുന്നു, ദേവന്മാർ വന്നതൊക്കെ കേട്ടിരിക്കുന്നു, നീ നളനെ വരിച്ചതും കേട്ടിരിക്കുന്നു, നിൻ്റെ ശീലശുദ്ധിയെക്കുറിച്ചും ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. പതറാതെ നിനക്ക് ഈ കാട് തരണം ചെയ്യാനുള്ള സന്ദർഭമുണ്ടാകും എന്ന് പറഞ്ഞ് അവരനുഗ്രഹിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ദമയന്തി നടന്നു പോകുമ്പോഴേക്കും ഈ ആശ്രമങ്ങളെല്ലാം മാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതൊരു വിഭ്രാന്തിയാവാം, ഒരു ഫാൻറ്റസി ആവാം. തന്നെ മഹർഷിമാർ വന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ മഹർഷിമാരെ ആശ്രയിക്കുക, സന്യാസിമാരെ ആശ്രയിക്കുക എന്നതാണല്ലോ ഭാരതത്തിൻ്റെ പാരമ്പര്യം. അതനുസരിച്ച് കണ്ട ഒരു സ്വപ്നമാവാം. അത് സ്വപ്നമാണെന്ന് പറഞ്ഞില്ലേ വ്യാസൻ, സ്വപ്നമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും, ആശ്രമം കാണുന്നില്ല, അതിൻ്റെ ഫെൻറ്റാസ്റ്റിക് ബ്യൂട്ടി നശിച്ചു പോകും. അതുകൊണ്ട് അത് സ്വപ്നമാണെന്ന് പറഞ്ഞില്ല, സ്വപ്നമാവാനാണ് സാധ്യത. ഇതെല്ലാം മാഞ്ഞുപോയി. അപ്പോൾ സ്വയം ഒരു ആശ്വാസം കണ്ടെത്തിയതിനെ മിത്തോളജിക്കലായിട്ട്, അല്ലെങ്കിൽ മിത്തോളജിക്കലല്ല മിത്തിക്കലായി ആവിഷ്കരിച്ചതാണ്. ഒരു പുരാവൃത്തത്തിൻ്റെ ശൈലിയിൽ തൻ്റെ മനസ്സിൻ്റെ ഒരു ഉദ്ഭ്രാന്ത അവസ്ഥയെ മറ്റൊരു വിഭ്രാന്തി കൊണ്ട് അദ്ദേഹം ആവിഷ്കരിച്ച് കാണിക്കുകയാണ് ചെയ്തത്. ഇത്തരം വിഭ്രാന്തിപ്രദമായ ആവിഷ്കാരങ്ങൾ വരുമ്പോഴാണ് ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു യുക്തിബോധവും ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരം കൃതികളോട് ഒരു വിസംവാദം വരുന്നു. അവർ ഡിസോസിയേറ്റ് ചെയ്യും. ഇതൊക്കെ എന്ത് കഥ, ഇതൊക്കെ ആളെ കളിപ്പിക്കാൻ വേണ്ടി എഴുതി വച്ചിരിക്കുന്നു. സൗന്ദര്യം അറിഞ്ഞുകൂടാ, സൗന്ദര്യം ആസ്വദിക്കാൻ അറിഞ്ഞുകൂടാ, കല ആസ്വദിക്കേണ്ടതിൽ പരിശീലനം സിദ്ധിച്ചിട്ട് കലാസ്വാദന പരിശീലന അഭാവം ആണ് അത്തരം ചിന്തകൾക്ക് കാരണം. ലോകത്തിലെവിടെയും കല ആസ്വദിക്കണമെങ്കിൽ ഇത്തരം പ്രയോഗങ്ങളുടെ അർത്ഥവും അർത്ഥവ്യാപ്തിയും അതിൻ്റെ ധ്വനനശക്തിയും അതിൻ്റെ രസാവിഷ്കാര വൈഭവവും മനസ്സിലാക്കേണ്ടതുണ്ട്.
അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും ഇതൊക്കെ യക്ഷിക്കഥകളോ പൊട്ടക്കഥകളോ ആണ് എന്ന് പറയേണ്ടി വരുന്നത്. അങ്ങനെ വന്നാൽ ലോകത്തിലെ ഒരു 3/4 പങ്ക് സാഹിത്യകൃതികളും പൊട്ടക്കഥകളാണ് എന്ന് പറയേണ്ടി വരും.